അപ്പോൾ നമ്മളിപ്പോൾ ആ കടയ്ക്ക് മുമ്പിലാണുള്ളത്. അഹ്ലൻ കുഴിമന്തി എന്നാണ് കടയുടെ പേര്. നമുക്ക് കണ്ടാലറിയാം അവിടുത്തെ പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ സംഭവത്തിന് ശേഷം ഇവിടെ മറ്റു പണികളൊക്കെ അന്ന് ഉണ്ടായതിനു ശേഷമുള്ള പണികളൊക്കെ ഇവിടെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസുകാരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു വീഴ്ച എന്നുള്ളത് തന്നെ നമുക്ക് വളരെ വേദനാജനകമാണ്. ഏതായാലും ഇത്തരത്തിൽ ഭക്ഷ്യവിഷബാധ എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഹോട്ടലുകളും കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ വാർത്തയെ സമീപിക്കേണ്ടി വരും. അതുപോലെ തന്നെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ ഹോട്ടൽ ഉടമ അടക്കമുള്ളവരുടെ തീരുമാനവും. അന്ന് എന്താ സംഭവിച്ചതെന്ന് പറയാൻ പറ്റുമോ? അന്ന് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ എൻ്റെ പാർട്ട്ണർമാരോട് ഉണ്ടായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ ഏകദേശം ഒരു 4:30 കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ്റെ ഇവിടെ പുള്ളി വന്നപ്പോൾ തന്നെ പറയും ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അവർ 2 ദിവസം മുമ്പ് 3-4 ദിവസം മുമ്പ് ഒരു ഭാര്യയും പുള്ളിയുടെ ഭാര്യയും കുട്ടിയും ഇവിടുത്തെ ഭക്ഷണം കഴിച്ചെന്ന് പറയും. ഇവിടെ വന്നതാണോ ഇനി പാർസൽ വാങ്ങിയാണോ എന്ന് അറിയില്ല. അന്ന് ഭക്ഷണം കഴിച്ച് അപ്പോൾ കുട്ടിക്ക് ചെറിയ അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ ചോദിച്ചാൽ എന്താ കഴിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഫുഡ് കഴിച്ചപ്പോൾ ഇങ്ങനെ മന്തിയാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞെന്ന് പറയാം. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പിന്നെ വേറെ ടെസ്റ്റ് ചെയ്ത അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഇതുണ്ടായപ്പോൾ ഒന്നുമില്ല. അപ്പോൾ കുട്ടികളെ ആശുപത്രിയിൽ നിന്ന് പോന്ന് വേറെ ഇതൊന്നുമില്ല. അപ്പോൾ പുള്ളിയുടെ സംസാരത്തിൽ ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം കിട്ടാമെന്നുള്ള ഒരു ആയതന്നെ സംസാരത്തിൽ നിന്ന് നമുക്ക് തോന്നിയത്. അപ്പോൾ പുള്ളി വന്നിട്ട് ഞാൻ പോലീസിനെ വിളിക്കും അങ്ങനെ പോലീസിനെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പോലീസിൽ നിന്ന് വിളിച്ചിട്ട് പുള്ളി പറഞ്ഞതായി കഴിഞ്ഞാൽ പുള്ളിക്ക് ദേഷ്യം വന്നു. പിന്നെ അതേപോലെ നമ്മളിപ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ നമ്പർ പുള്ളിക്ക് കൊടുക്കുകയും ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവരെ വിളിച്ച് കഴിഞ്ഞിട്ട് കാര്യം പറഞ്ഞോളാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പുള്ളി ഞാൻ തിരുവനന്തപുരത്ത് വിളിക്കുന്നുണ്ട്, വേറെ സ്ഥലത്തേക്ക് വിളിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി വരും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളെ മയത്തിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ചേട്ടാ. പിന്നെ അന്ന് ദിവസം എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ 300-400 പേർക്ക് ഉള്ള ഫുഡ് ഇവിടെ നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതാണ്. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഫുഡിലുള്ള ഒരു ന്യൂനത അല്ലെങ്കിൽ കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ വേറെ ആർക്കെങ്കിലും സംഭവിക്കണം. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർ 3 പേർക്കും കഴിച്ചിട്ട് അവർക്ക് ആർക്കെങ്കിലും ഇത് കുട്ടിക്ക് അപ്പോൾ വേറെ എന്തെങ്കിലും കാരണങ്ങളായിരിക്കാം. അപ്പോൾ പുള്ളി ആളുടെ സംസാരത്തിൽ ഇത്ര മദ്യപിച്ചിട്ട് പുള്ളി തന്നെ പറയുകയും ചെയ്ത് മദ്യപിച്ചിട്ട് വന്നാണ്. അങ്ങനെ വന്നിട്ട് പുള്ളി പോവുകയും ചെയ്തു. പോയതിൻ്റെ പിറകെ 2 പോലീസുകാരോട് വന്നു. പുള്ളി നേരത്തെ വിളിച്ചിട്ടുള്ള പോലീസുകാർ അവരെന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു ഇന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോലീസുകാർ പോവുകയും ചെയ്തു. അങ്ങനെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 5-10 ആയി കഴിഞ്ഞാൽ പുള്ളി ഒരു ബൈക്കിന് നേരെ വന്ന് ഇവിടെ ഈ ഫ്രണ്ടിലെ ഡോറ് സ്ലൈഡിങ് ഡോറാണ്. അതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് നേരെ പുള്ളിയിലെ ഗ്ലാസ് ഡോറിനേക്ക് ഇടിച്ച് കയറ്റിയിട്ട് വണ്ടി അവിടെ മറിച്ചിട്ടിട്ട് പുള്ളി അരയെന്ന് വലിയ വാക്കത്തി എടുത്തിട്ട് പിന്നെ കാണുന്നിടത്തൊക്കെ ഇട്ട് പറ്റും. അപ്പോൾ ഇതിനകത്തു നിന്ന് പിന്നെ എല്ലാവരും ഇറങ്ങി ഓടി കഴിഞ്ഞിട്ട് പിന്നെ നിരത്തി പിടിച്ചിട്ട് വെട്ടലും പിന്നെ നമ്മുടെ പാർട്ട്ണറെയൊക്കെ വെട്ടാനൊക്കെ ആയിട്ട് കൊല്ലാൻ ആയിട്ടുള്ള ശ്രമത്തിൽ അതിൻ്റെ അടുത്തൊക്കെ ചെന്ന് പിന്നെ കഴുത്തിന് പിടിച്ച് തള്ളയും അതൊക്കെ ചെയ്തു. പിന്നെ കാണുന്നിടത്തൊക്കെ ഇട്ട് പുള്ളി വാക്കത്തി വെച്ചിട്ട് വെട്ടയായിരുന്നു. പിന്നെ പുറമെ റോട്ടിലുള്ള ആൾക്കാരും കൂടി മീഡിയ കൂടി അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3/4 മണിക്കൂറോളം പോലീസ് ഒരു 1 മണിക്കൂർ ഏകദേശം കഴിഞ്ഞപ്പോഴായിട്ടാണ് എത്തിയെന്നാണ്. അതിക്ക് മുമ്പ് പുള്ളി ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ പിന്നെ ഈ നാട്ടുകാരെ തെറിയൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ പുള്ളീനെ ഇതാക്കി. അപ്പോഴേക്കും പിന്നെ പോലീസ് ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോയി. ഇതിന് മുമ്പ് പുള്ളി ഇവിടെ വന്നതായിട്ട് എങ്ങനെ ഇവിടെ വന്നതിൽ ഇതിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ലോഡ്ജാണ്. അന്ന് രാവിലെയും അതിന് തലേദിവസം പുള്ളി സ്ത്രീകളെ കൊണ്ടുവന്നിട്ട് മദ്യപാനമൊക്കെ ഉണ്ടായി. അതാ ബാക്കിൽ ചേച്ചി തന്നെ പറഞ്ഞാണ്. അപ്പോൾ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് അവർക്കറിയാം, ഇയാളെ അറിയാം, വാടക്കലുള്ളതാണ് ഈ പറഞ്ഞ കക്ഷി. അപ്പോൾ അങ്ങനെ ആ ചേച്ചിയോട് വന്നിട്ട് അവൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾ കൊച്ചിന് അസുഖം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാരുടെ അടുത്തൊക്കെ ഇങ്ങനെ പറയാം കുട്ടിക്ക് അസുഖമായി അങ്ങനെയൊക്കെ. നിങ്ങൾ കുട്ടിക്ക് അസുഖമായ ഇതും കുട്ടി ആശുപത്രിയിൽ എന്നൊക്കെ പറഞ്ഞ ആൾ നിങ്ങളിപ്പോൾ രാവിലെയും അതേമാതിരി ഇന്നലെയും ഈ സ്ത്രീകളെ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് അവിടെ മദ്യപാനമൊക്കെ നടത്തിയില്ലോ എന്ന് വെച്ചാൽ. അപ്പോൾ പിന്നെ അവരെ ചീത്ത പറയുകയും അസഭ്യം പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ എന്നവരൊക്കെ ഇവിടെ ഉണ്ടായ സ്റ്റാഫിനെയും ഒക്കെ അസഭ്യം പറഞ്ഞ്
അപ്പൊ ഇതിന്റെ നിയമ നടപടികളുമായിട്ട് അവരെ ഏത് രീതിയിലാണ് നിയമത്തെ സമീപിച്ചിരിക്കുന്നതെന്ന് അത് നമുക്കറിയില്ല. നമ്മൾ പിന്നെ പോലീസ് വന്ന് നമ്മുടെ മൊഴിയൊക്കെ എടുത്ത് പോലീസ് കേസൊക്കെ കത്തിയും കൊണ്ടാ വന്നേന്നൊക്കെ പറഞ്ഞു. കത്തിയുടെ ആദ്യം വന്നപ്പോൾ കത്തി ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി തിരിച്ചു പോയിട്ട് പഴയ ഡ്രസ്സല്ല ആദ്യം വന്ന ഡ്രസ്സല്ല, പിന്നെ വേറെ ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നതിൻ്റെ അകത്തേക്ക് ഓടിച്ചകത്ത് കയറി ആ ഉള്ളിലെ ഗ്ലാസ്സൊക്കെ പൊട്ടിയത്. ഇപ്പോൾ അതൊക്കെ മാറ്റി അകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് പുള്ളി അരയുന്നത് മറ്റേ വലിയ വാക്കത്തിയില്ലേ, പിടി നീണ്ടിട്ട് വലിയ ആ വാക്കത്തി അതായിട്ട് വന്നിട്ട്. നിങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? കേസ് രജിസ്റ്റർ ചെയ്തു. കൊലപാതക ശ്രമം ഒക്കെ കൊലപാതക ശ്രമമുണ്ട്, മറ്റേ സാധനങ്ങൾ വസ്തുവകകൾ നശിപ്പിച്ചിട്ടുള്ള ആളെ ഭീഷണിപ്പെടുത്തിയിട്ട് കൊല്ലാൻ തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ പുള്ളീനെ പോലെ എതിർത്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ നല്ല വലിയ പ്രശ്നങ്ങളുണ്ടാകും. അവിടെ ഓടി മാറിയത്. ഇത് എത്ര വർഷമായി കട തുടങ്ങിയിട്ട്? കട തുടങ്ങിയിട്ട് 3 വർഷത്തിൽ മേലെ. ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഇല്ലല്ലോ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഫുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവങ്ങളുണ്ടല്ലോ. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഈ മിക്കവാറും ദിവസങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് നേരത്തെ തീരും. ഒരു സമയത്തും ബാലൻസ് വരുന്ന പ്രശ്നങ്ങളില്ല. ബാലൻസ് വന്നാൽ തന്നെ ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. കാരണം ഇവിടെ ഈ ആൾക്കാർക്ക് ആരെങ്കിലുമൊക്കെ കുറേ നമ്പറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വിളിച്ചിട്ട് ഫുഡ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാലൻസ് എടുത്ത് നോക്കണ പരിപാടിയില്ല. അതേപോലെയാണ് ഈ മയനൈസൊക്കെ അടിക്കുന്നത്. മയനൈസ് മറ്റേ എഗ്ഗിൽ വെക്കലില്ല, മറ്റേ ഇതാണെങ്കിൽ തന്നെ ആവശ്യത്തിന് കുറേശ്ശെ മാത്രം ചെയ്യുന്നുള്ളൂ. മക്കളുണ്ട്. പുള്ളിയുടെ മക്കൾ സീരിയസ് ആണെന്ന് പറയുമ്പം സീരിയസ് ആയ ഒരാളിങ്ങനെ വന്ന് എടുക്കില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളത്. കാരണം പുള്ളി റെസിഡൻസിൽ വന്ന് റൂമൊക്കെ എടുത്ത് താമസിച്ചും പോയിട്ട് അന്ന് തന്നെ താമസിച്ച് പോയിട്ടാണ് പുള്ളി അവിടുത്തെ ചെയ്തത് തന്നെ. അത്രയ്ക്കും മോശമായിട്ടും അത്രയ്ക്കും ഇതായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. മകന് മേലെങ്കിൽ നിയമപരമായിട്ടും അതിന് മുന്നേ ഇവിടെ വന്ന് പോലീസ് വന്ന് സംസാരിച്ചെല്ലാം ഓക്കെ ആയി പോകുന്ന കാര്യമാണ്. രണ്ടാമത് വന്നാണ് പുള്ളി കളത്തിരം തല്ലിപ്പൊളിക്കുന്നത്. എന്തായിരുന്നു അന്ന് ശരിക്കും എന്താ സംഭവിച്ചത്? ഒരാഴ്ച മുന്നേ തന്നെ. കാരണം ഇവർ 4 വർഷമായിട്ട് ഇവിടെ മന്തിക്കട നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇന്ന് വരെ ഫുഡിനെ പരമായിട്ട് കംപ്ലൈൻറ്റ് ഓരോ തരത്തിലും ഉണ്ടായിട്ടില്ല. ഞങ്ങളൊക്കെ വാങ്ങിച്ചു കഴിക്കുന്നതാണ്, ഒരു കുഴപ്പമില്ലാത്ത ഫുഡാണ്. മകന് കഴിഞ്ഞ ആഴ്ചയിൽ വാങ്ങി കഴിച്ച ഫുഡിന് കംപ്ലൈൻ്റ് എന്നും പറഞ്ഞ് ഇന്നലെ വെള്ളിയാഴ്ച വന്ന് ബഹളം ഉണ്ടാക്കുന്നു. അപ്പം അതായിരുന്നു തുടക്കം. അത് പറഞ്ഞ് ആദ്യം പറഞ്ഞ് സൗത്തിലെ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്ന് സംസാരിച്ചെല്ലാം പോയ കാര്യമാണ്. വീണ്ടും പുള്ളി കള്ളു കുടിച്ചിട്ട് വന്നാണ് വണ്ടി ഓടിച്ചകത്ത് കയറ്റി അവിടെ ഭയങ്കര ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാൽ സംഭവിക്കുന്നത്. അതാണ്. പിന്നെ എന്നെയും കുറേ തെറി പറഞ്ഞു. അതിന് ഞാനും മറുപടി എന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന് എന്നോട് ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞു, ചേച്ചിയെ പറഞ്ഞതിന് ചേച്ചി പ്രതികരിക്കണം, ചേച്ചി ഒരു ഇത് ഒഴിവാക്കാനുള്ള ശ്രമം ചേച്ചി നടത്തിയ. അപ്പം ചേച്ചി പറഞ്ഞതിന് ചേച്ചി കേസ് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാനില്ല, കേസിനൊന്നും പോകുന്നില്ല. കാരണം നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മൾ ഇതാകുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയാണോ ഇതിന്റെ നിങ്ങളാണോ ഇത് കട? എൻ്റെ ചാച്ചനാണത് നടത്തുന്നത്, എൻ്റെ ഓണറാണത്. അപ്പൊ ആ ഒരു ഇതിലാണോ പുള്ളിനെ തടയാൻ വേണ്ടി? അപ്പം പുള്ളിക്ക് പരിചയമുള്ള ആളാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചാച്ചനും പറഞ്ഞ് ചാച്ചാ പോയിന്ന് നോക്കെന്ന് പറഞ്ഞത്. പുള്ളി പോയി നോക്കിയപ്പോഴത്തേനും ആദ്യം കെട്ടിപ്പിടിച്ച് വന്നിട്ട് കൊടുത്തൊന്നുമില്ല, വീണ്ടും നശിപ്പിക്കുകയായിരുന്നു. അത് കയറി വീണ്ടും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കത്തി ഉണ്ടായിരുന്നോ കയ്യിൽ? കത്തി വലിയ തേങ്ങ വെട്ടുന്ന നീളത്തിലെ കത്തി, അങ്ങനെയാണ്. അതുമായിട്ടാണ് ഭയങ്കര ഒരുമാതിരി മഴ മോശമായിട്ട് സംസാരിക്കൂ. പുള്ളിയുടെ വായിൽ നിന്നൊരു നല്ല വാക്കുകൾ വരുന്നതേ ഇല്ല. അത്രയും ജനങ്ങൾ അത്രയും കൂടി നിന്നിട്ട് ഒരു മനുഷ്യരെ അടുക്കുകയോ പിടിക്കുകയോ ഒന്നും ചെയ്തില്ല. പുള്ളിയുടെ വായിൽ നിന്നിപ്പോൾ ഒരു പോലീസുകാരാണെങ്കിൽ ശരിക്കും പോലീസുകാരുടെ വായിൽ സംസാരമാണോന്നറിയില്ല, അതുപോലെ തന്നെ സംസാരിക്കുകയായിരുന്നു. കാരണം വായിൽ നിന്നൊരു നല്ല വാക്ക് വന്നിട്ടില്ല അയാളുടെ. മോശമായിട്ട് എന്നോട് സംസാരിച്ച് പൊതുവെ അല്ലാതെ കുഞ്ഞുങ്ങളുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചോണ്ടാ കടക്കാരുടെ നേരെ ചെല്ലുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇവിടെ ചാച്ചനോട് ചോദിക്കുന്നത് എനിക്ക് തരുമോ, കുഞ്ഞിനെ ഉണ്ടാക്കി തരാമോ, എനിക്ക് ഇങ്ങനെയാണോ ചോദിക്കുന്നത്? ഒരാളുടെ കുഞ്ഞ് സീരിയസ് ആയിട്ട് കുട്ടിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ എനിക്ക് കുഞ്ഞിനെ ഉണ്ടാക്കി തരുമോ എന്നാണോ ചോദിക്കണ്ടേ? കറിയത്തില്ലടാ കുഞ്ഞിനെ എങ്ങനെ ഉണ്ടാക്കണേന്ന് എന്നും പറഞ്ഞോണ്ട് കടക്കാരുടെ നേരെ ചെല്ലുന്നത്. നിങ്ങൾ ഉണ്ടാക്കി തരുവാടാ കുഞ്ഞിനെന്ന്, നിനക്ക് അറിയത്തില്ലടാ കുഞ്ഞിനെ ഉണ്ടാക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കണ്ടേ? ചേച്ചിനോട് ഭയങ്കര മോശമായിട്ട്? എന്നോട് ഭയങ്കര മോശം. പരസ്യമായിട്ട് ഞാൻ നിന്നെ പരസ്യമായിട്ട് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെതിരെ എനിക്ക് കേസ് കൊടുക്കാനും നമ്മളൊന്നിനും പോകുന്നില്ല, കേസിലൊന്നും പോകുന്നില്ല. കാരണം അയാൾ ചെയ്തതിന് അയാൾ അനുഭവിക്കണ്ടേ, അത്രേ ഉള്ളൂ. ഇനി ഒരിക്കലും അയാൾ ഇതുപോലെ ആരും പ്രവർത്തിക്കരുത്. നമുക്കും അറിയാം, ഒരുപാട് പോലീസുകാർ ഒരുപാട് ആൾക്കാരെ അറിയാം, നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. എല്ലാവരും നല്ല നല്ല മാന്യമായ വ്യക്തികൾ നമുക്ക് ഒരുപാട് പേര് അറിയാവുന്നതല്ലേ, അതേ ഉള്ളൂ.
അപ്പോ ഈ പുള്ളീനെ നിങ്ങൾക്ക് ഹസ്ബൻഡിന് നേരത്തെ നേരത്തെ അറിയത്തില്ലായിരുന്നു. അതിന്റെ 2 ദിവസത്തേക്ക് മുന്നെയാണ് പുള്ളിയെ വിളിച്ചതുപോലെ പറഞ്ഞത്. റെസിഡൻസി റൂം വേണമെന്നൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ചാച്ചൻ പ്രായനെ പോരെന്നൊക്കെ പറഞ്ഞുള്ളൂ. അത് നാട്ടുകാരനാണെന്നൊക്കെ പറഞ്ഞ് വാടകയ്ക്കെല്ലാം ഉള്ളതാണ് ഒക്കെ പറഞ്ഞുള്ളൂ. ഓക്കെ. അപ്പൊ റൂം വേണമെന്ന് പറഞ്ഞ പുള്ളി ഒറ്റയ്ക്കായിരുന്നു റൂം എടുത്തത്? അതറിയില്ല, ലേഡീസും കാണുമല്ലോ. റൂം എടുത്തിരുന്നു. വ്യാഴാഴ്ച എടുത്തു, വെള്ളിയാഴ്ച റൂമിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. എന്നോട് എല്ലാവരും പറയുന്നുണ്ട്, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് പറയുന്നുണ്ട്. കാരണം പോലീസുകാരൊക്കെ അല്ലേ. അല്ല നമ്മുടെ അല്ല അങ്ങനെയല്ല, നമുക്ക് രേഖകൾ കൃത്യമായിട്ട് കറക്റ്റായിട്ട് രേഖകളുണ്ട്. അവര് കയറി നോക്കുകയും ചെയ്ത് രേഖകളൊക്കെ ഉണ്ടായിരുന്നു, രേഖകളൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യം എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ അങ്ങനെ ജീവിക്കാൻ പോയിട്ടില്ല. കാരണം പുള്ളി എന്നെ പരസ്യമായിട്ടാണ് അപമാനിച്ചത്. പക്ഷെ വേറെ വല്ല പെണ്ണുങ്ങളായിരുന്നെങ്കിൽ പക്ഷേ പിന്നെ എനിക്കൊരു പ്രതീക്ഷ ഇയാൾ ഇറങ്ങി വരുമല്ലോ, അന്ന് ഞാൻ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അയാളുടെ ഫാമിലിയുടെ വീട്ടിൽ ചെന്ന് ചോദിക്കും, ഇനി ഞാൻ എന്താണ് ഇയാളുടെ കൂടെ കിടന്നെന്നുള്ളത് എന്താണെന്നുള്ളത് എനിക്ക് തെളിയിക്കണം എന്നുള്ളതുണ്ട്. പിന്നെ ഇപ്പം പോട്ടെ, ഈ ബഹളത്തിനിടയ്ക്ക് ഞാനിവിടെ അത് ചെയ്തെന്നുള്ളത് വേണ്ടാന്ന് വെച്ചിട്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ കട ക്ലോസ് ആയതിനു മുമ്പ് ഈ കടക്കെതിരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല? ഒന്നുമില്ല. ആരെങ്കിലും വന്ന് ഫുഡിനെ പരമായിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ഫുഡിൻ്റെ എന്തെങ്കിലും ചെറുതായി, അല്ലാതെ ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള ഒരു ഇതും ഉണ്ടാകത്തില്ല. കാരണം അവർക്ക് കസ്റ്റമർ നിന്നുള്ള ബുദ്ധിമുട്ടോ ഡീലിങ് അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വേറൊരു പ്രശ്നം ഫുഡിനെ സംബന്ധിച്ചുണ്ടായിട്ടുമില്ല. 4 വർഷം അവർ കട തുടങ്ങിയിട്ട്.